നമുക്കൊരു കിഡിലെ സണ്ണി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആ സണ്ണിയുടെ വീഡിയോ എടുക്കാൻ വന്ന സമയത്തുണ്ട് എന്നെ തേടിയിട്ട് എൻ്റെ ഒരു പഴയ സുഹൃത്ത് എന്നെ തേടി വന്നിട്ടുണ്ട്. ഇത് സൽമാൻ, എൻ്റെ സ്കൂൾമേറ്റ് ആയിരുന്നു. സൽമാൻ ഇപ്പോൾ ആയിട്ട് ഭയങ്കര എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടക്കിടക്ക് വരും. അല്ല സൽമാനെ, എന്തിനാ വരുന്നത്? എന്തിനാ വരാൻ തുടങ്ങി നമ്മള്? സൽമാന്റെ സുഹൃത്തേന് നമ്മൾ കഴിഞ്ഞ ദിവസം വാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നു. സെഫീക്ക് എന്ന ബ്രോ, സൽമാന്റെ നാട്ടുകാരനാണ് അല്ലേ? നാട്ടുകാരനാണ്. അപ്പോൾ സെഫീക്ക് നമ്മളൊരു വാഹനം കൊടുത്തതിനു ശേഷം സൽമാനോട് എന്തോ ഒരു അറ്റാച്ച്മെന്റ് നമ്മളോട് തോന്നുന്നുണ്ട് അല്ലെ? ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ട് ഇടയ്ക്കിടക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ തോന്നുന്നു. ഇപ്പൊ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്ത സമയത്താണ് സൽമാൻ അങ്ങോട്ട് കയറുന്നത്. അപ്പൊ സൽമാൻ വന്ന സമയത്ത് എന്നോട് ചോദിച്ചു, നിങ്ങൾ പുതിയൊരു വാഹനം എടുത്തിട്ടുണ്ടല്ലേ? അപ്പൊ ആ വാഹനം കാണാനും സൽമാൻ ഒരു ആഗ്രഹമുണ്ട്. ആ വാഹനത്തിലൊന്ന് യാത്ര ചെയ്യാൻ അല്ലേ? ആഗ്രഹമല്ലേ? അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് യാത്ര ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് എന്റെ വീട്ടിൽ വന്നാണ്. അപ്പൊ നമുക്ക് കേട്ടില്ലേ? വണ്ടി കയറാം, എന്നാ പോവാം. ഒരു റൗണ്ട് അടിച്ചിട്ട് കാണാം. എന്നാ കയറാം. എവിടെ ഫ്രണ്ടില് റിവ്യോ? ഇല്ല. റെഡിയല്ലേ? റെഡിയല്ലേ? എന്നാ പോവാ. എങ്ങോട്ടാ പോണ്ടേ? എങ്ങോട്ടാ പോണ്? ഓരോ കൊണ്ട് വിളിച്ചു തരാം. എങ്ങനെയുണ്ട് പിള്ളേ? എങ്ങനെയുണ്ട്? നീയാണ്. എന്നാ പോവാ നമുക്ക്. സൽമാനൊക്കെ പേടിച്ചിരിക്കണ അറിയാണല്ലോ. പേടിയില്ല. പിന്നെന്താ ഒരു ഇതുവരെ സംസാരിച്ച് പറഞ്ഞിരുന്ന പെട്ടെന്ന് സൈലന്റ് ആയി വണ്ടി കയറിയപ്പോ വണ്ടി കണ്ടപ്പോ അങ്ങനെ ചെക്കായി. എന്തിനാ? ശരിക്കും ചിലപ്പോ വണ്ടി കാണാൻ വന്ന ആളാ, പക്ഷെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ലല്ലോ? ആയി സ്റ്റക്കായി ആകെ. ഇനി നാട്ടിൽ പോയി പറയാലോ, ഞാൻ പിന്നെ വണ്ടിയിൽ യാത്ര ചെയ്ത് പറയാലോ അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് ഒരു യാത്ര? യാമിയാണ്, കുഴപ്പമില്ല. അപ്പൊ ഇനി ഏത് വണ്ടിയിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരണം കേട്ടോ. ഏത് വണ്ടിയിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിലും ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏത് വലിയ ആഗ്രഹമാണെന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന ആഗ്രഹമാണെങ്കിൽ ഞാനത് വായിച്ചു തരും. എങ്ങനെ? ആഗ്രഹങ്ങൾ എന്തുണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്ക് സാധിക്കും. പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കും. അല്ലേ? പേടി അറിയോ? ആദ്യം ആകെ പെട്ടെന്ന് ആളാണ് സൈലന്റ് ആയി. വണ്ടിന്റെ ഉള്ളിൽ കയറുന്നവരെ ഭയങ്കര സംസാരമായിരുന്നു. വണ്ടിനുള്ളിൽ കയറി യാത്ര തുടങ്ങി പിന്നെ ആള് സൈലന്റാ. പിന്നെ ഇപ്പോഴാണ് ഒന്നത് ആ ഒരു ഷോക്ക് വിട്ടുമാറിയത് അല്ലെ? എക്സൈറ്റ്മെന്റ്. വന്നതാ. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വണ്ടി കാണാനും വന്നതാണ്, നിങ്ങളെ കാണാനും വന്നതാണ്. അല്ലാതെ ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യും നിങ്ങള് ഞാനൊരു പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ പ്രതീക്ഷിക്കാത്തൊരു സാധനം നമുക്ക് കിട്ടുമ്പോ ഞങ്ങൾ ആകെ സ്റ്റക്കാവും. അതാണ് ഇപ്പൊ സംഭവിച്ചത് അല്ലെ? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാത്ത കുറെ സന്തോഷങ്ങൾ നമ്മളെ മനസ്സിൽ വരും. ഇപ്പൊ എനിക്ക് എന്താ ചെയ്യുന്നത്, ഇപ്പൊ സൽമാൻ ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചപ്പോ ഈ ചിരി സൽമാന്റെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ വണ്ടിയിൽ കയറിയ ശേഷം എപ്പോൾ യാത്ര സൽമാന്റെ മുഖത്ത് കാണാൻ ഒരു ഇതുണ്ടല്ലോ, എന്താണ് ആ ചിരി അല്ലേ? അതെ, അത് എനിക്ക് ഇടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം മറ്റുള്ളവർ ചിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ യാത്ര അടിപൊളിയല്ലേ? സെറ്റല്ലേ? ഇനി ഇതേമാതിരി പോകണം. ഞാൻ കുറച്ച് ലോങ് എടുക്കാനൊക്കെ പോകണം. അവിടെ
ഇതുപോലത്തെ ആളുകളെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. കാരണം വെച്ചാൽ അവർക്ക് ഒരു നേരത്തെ പ്രാർത്ഥന മതി നമ്മുടെ നാളത്തെ സന്തോഷമാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് അവർക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടാവുന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. ഒരിക്കലും അവർ ആ നിമിഷം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ സന്തോഷ നിമിഷം അവരുടെ ജീവിതത്തിൽ മറന്നു പോകില്ല. മാത്രമല്ല അവരെ പ്രാർത്ഥന നമ്മൾ എന്തായാലും നമ്മൾ ഉൾപ്പെടുന്നതിൽ ഒരു സംശയം വേണ്ട. സമൂഹത്തിൽ ഒത്തിരി പേരുണ്ടാവും ഇതേപോലെ പല ആഗ്രഹങ്ങൾ വെച്ച് നടക്കുന്നവർ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരെ എന്താണോ ആഗ്രഹം എന്നുള്ളത് മാക്സിമം നിങ്ങൾ സന്തോഷപൂർവ്വം അവർക്ക് സ്വീകരിച്ചു കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർ ഒരു നിമിഷം ഒന്ന് ചേർത്ത് പിടിക്കാനും നിങ്ങൾ ശ്രമിക്കുക. ചെറിയൊരു ഓർമ്മപ്പെടുത്തലോട് കൂടി. താങ്ക് യു.